അസ്സലാം വലൈക്കും. സോ ഇന്ന് ഞാനൊരു ദിക്ർ പറഞ്ഞുതരാം. ആ ദിക്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സുബഹി നിസ്കരിച്ച ശേഷം 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ 70 പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടും. ഇത് നിങ്ങൾ പലരും കണ്ടതായിരിക്കാം, പല റീലിലായിട്ടും അല്ലെങ്കിൽ പല വീഡിയോകളിലായിട്ടും കണ്ടതായിരിക്കാം. എനിക്ക് കിട്ടിയൊരു അറിവ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യണം. അത് ഇതാണ്: അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ മുബാറക്കൻ ഫീഹി. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഈ ഒരു ദിക്ർ നമ്മൾ 3 പ്രാവശ്യം ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ 70 പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കുന്നുള്ളതാണ്. ആ 70 പരീക്ഷണങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഉള്ളൊരു സാധനമാണ് ടെൻഷൻ. ആ ടെൻഷനിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതായിരുന്നു അസ്മാഉൽ ഹുസ്നയുടെ ജേർണലിങ് ചെയ്യാമോയെന്ന്. അസ്മാഉൽ ഹുസ്നയുടെ ജേർണലിങ് എന്ന് പറഞ്ഞത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഈവൻ അസ്മാഉൽ ഹുസ്നനെ ഞാൻ റീസെൻ്റ്ലി ആണ് ഒന്ന് പതിവാക്കാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും അത് ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും അത് നമുക്ക് കൂടുതൽ അറിവ് പകരുന്നതും അത് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പ്രത്യേകതകളുണ്ട് തീർച്ചയായിട്ടും അസ്മാഉൽ ഹുസ്നയ്ക്ക്. നമ്മളത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ നമ്മൾ മിനിമം ഒരു പതിവാക്കുകയും ചെയ്യുക. നമ്മളിപ്പോൾ അസ്മാഉൽ ഹുസ്ന പതിവാക്കുകയാണെങ്കിൽ 4 ഗുണങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒന്ന്, മനപ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടും. ധാരാളം ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളൊക്കെ നമുക്കുണ്ടാവുമല്ലോ. അത് ഒരു ദിവസം നമ്മൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാനസിക സംഘർഷങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാകും. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ കടങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകും. നമുക്ക് കടങ്ങൾ പെട്ടെന്ന് വീട്ടാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് നമുക്ക് ഹൈറായ മേഖലകളിൽ ധാരാളം വിജയങ്ങൾ അള്ളാഹു പ്രദാനം ചെയ്യും. പിന്നെ രോഗങ്ങളിൽ നിന്നും അള്ളാഹു മോചനം നൽകും. ഈ 4 ഗുണങ്ങളാണ് നമുക്ക് അസ്മാഉൽ ഹുസ്ന പതിവാക്കിയതിനുള്ള ഗുണങ്ങൾ. നമുക്ക് അസ്മാഉൽ ഹുസ്നയുടെ ജേർണലിങ് തുടങ്ങാം. അത് ഓരോ ദിവസം 5 നെയിംസ് വെച്ച് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് ടോട്ടൽ 99 പേരുകളാണുള്ളത്. ഞാൻ ഈ ജേർണലിങ്ങിന് വേണ്ടിയിട്ട് പല വീഡിയോസും അതുപോലെ പല ബുക്കുകളും അതുപോലെ ഉസ്താദുമാരുടെയും അങ്ങനെ കുറച്ച് റെഫറൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു മൈ ഡയറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ജേർണലിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ യൂട്യൂബ് ചാനലിനോട് താങ്ക് യു പറയാണ്. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഇത് ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ജേർണലിങ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എനിക്കൊരു ഗുണമാണ്, എനിക്കും പുതിയ അറിവുകളാണ്, നിങ്ങൾക്കും പുതിയ അറിവുകളായിരിക്കാം, അറിയുന്നവരും ഉണ്ടാകാം. സോ ഇത് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ അസ്മാഉൽ ഹുസ്നയുടെ ജേർണലിങ് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പേരാണ്, ടോട്ടൽ 99 പേരാണുള്ളത്. ആദ്യത്തെ പേര് യാ അല്ലാ. യാ അല്ലാ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഇസ്മുകളുടെ കൂടെയും നമ്മൾ പറയുന്നതാണ്. യാ റഹ്മാനു യാ അല്ലാ, യാ ഖുദ്ദൂസ് യാ അല്ലാ, യാ സലാമു യാ അല്ലാ. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഓരോ ഇസ്മിൻ്റെയും കൂടെയും നമ്മൾ ചേർത്ത് പറയുന്നതാണ് യാ അല്ലാ. യാ അല്ലാ എന്ന് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ആഖിബത്ത് നന്നാവും. ഇത് നമ്മളിപ്പോൾ ഈമാനോട് കൂടി മരണപ്പെടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഇസ്മ യാ അല്ലാ. ദിവസവും നമ്മളൊരു 66 തവണ ചൊല്ലണം. അതിൻ്റെ അറബിക്കിലുള്ള ഇതനുസരിച്ചാണ് 66 തവണ. അത് കൃത്യം 66 തവണ തന്നെ ചൊല്ലണം. പിന്നെ ഈ ഇസ്മ കൃത്യമായി ചൊല്ലിയാൽ നമുക്ക് ഈമാൻ വർദ്ധിക്കാൻ സഹായിക്കും. പിന്നെ ജുമുഅക്ക് മുമ്പ് ഈ ഇസ്മ ഒരു 200 പ്രാവശ്യം ചൊല്ലിയാൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റിത്തരും. എത്ര വലിയ രോഗങ്ങളുണ്ടെങ്കിലും ഈ ഇസ്മ നമ്മളിപ്പോൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇസ്മ ചൊല്ലിയാൽ അതിനുള്ള ഫലവും ലഭിക്കും. അപ്പോൾ അതാണ് യാ അല്ലാ എന്നുള്ള പേരിൻ്റെ പ്രത്യേകത. രണ്ടാമതായിട്ട് പറയുന്നതാണ് അർ റഹ്മാൻ. അർ റഹ്മാൻ എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് പരമകാരുണ്യകൻ. ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അള്ളാഹുവിൻ്റെ അളവറ്റ് കാരുണ്യം ഉണ്ടാവും. നമ്മൾ ഈ അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകൻ, അള്ളാഹു ഏറ്റവും കാരുണ്യവാനാണ്. സോ നമ്മൾ ഈ ഇസ്മ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നതിന് ഈ ഇസ്മ സഹായിക്കും. ഈ ഇസ്മ നമ്മളൊരു 298 പ്രാവശ്യം ചൊല്ലിയാൽ വെറുക്കപ്പെടുന്ന ഒരു കാര്യങ്ങളും നമുക്ക് സംഭവിക്കുകയില്ല. ദിവസവും നമ്മൾ 298 പ്രാവശ്യം അത് പതിവാക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഒരാൾ നിസ്കാരശേഷം ഈ ഇസ്മ ഒരു 100 പ്രാവശ്യം പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മറവി, അശ്രദ്ധ എന്നിവയൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അതാണ് അർ റഹ്മാൻ എന്ന ഇസ്മിൻ്റെ പ്രത്യേകത. പിന്നെ അർ റഹീം.
മൂന്നാമത്തെ ഇസ്മാണ് അർ റഹീം, കരുണാനിധിയായവൻ. ഈ ഇസ്മ നമ്മൾ ചൊല്ലിയാൽ ദയാലുവും ജനങ്ങളെ സ്നേഹിക്കുന്നവനും ജനങ്ങൾക്ക് പ്രിയങ്കരനുമായി തീരും. ഈ ഇസ്മ പിന്നെ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് വഴിപ്പെടുന്നവൻ ആഖിറത്തിൽ ഇത് ഗുണം ചെയ്യും. ഈ ഒരു ഇസ്മ അർ റഹീം, കരുണാനിധിയായവൻ. മറ്റൊരാളിൽ നിന്ന് നമുക്കൊരു സ്നേഹം ലഭിക്കുന്നതിന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളിൽ തമ്മിൽ ഐക്യം ഉണ്ടാവാൻ അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു യാ റഹ്മാൻ യാ റഹീം എന്ന് 258 തവണ പതിവാക്കി ചൊല്ലാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ നിസ്കാര ശേഷം ഈ അർ റഹീം എന്ന അർ റഹീം യാ അള്ളാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ആപത്തുകളിൽ നിന്ന് നമുക്കൊരു അഭയം ലഭിക്കും. അതാണ് അർ റഹീം. അങ്ങനെ മൂന്നാമത്തെ ഇസ്മും കഴിഞ്ഞു. നാലാമത്തെ ഇസ്മാണ് അൽ മലിക്. അൽ മലിക് എന്ന് പറഞ്ഞാൽ മഹാരാജാവ്. ഏറ്റവും ഈ ലോകത്തിൻ്റെ മൊത്തം രാജാവ്, സർവ്വപ്രപഞ്ചങ്ങളുടെയും രാജാവ് അള്ളാഹുവാണ്. സോ അൽ മലികു യാ അള്ളാഹ്. നമ്മൾ ഈ ഒരു ഇസ്മ, അതായത് അൽ മലികു യാ അള്ളാഹ് എന്ന ദിവസവും 100 പ്രാവശ്യം ചൊല്ലിയാൽ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ അവൻ്റെ മനസ്സ് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന നല്ലൊരു മനസ്സായിത്തീരും. അതുപോലെ തന്നെ അൽ മലികു യാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും. അതുപോലെ ദേഷ്യം, വിദ്വേഷം, മോശമായ ചിന്തകളില്ലാത്ത നല്ലൊരു മനസ്സ് അള്ളാഹു ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യും. കുടുംബത്തിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാകാൻ സഹായിക്കും. അതുപോലെ തന്നെ സുബഹിക്ക് ശേഷം നമ്മളൊരു 121 തവണ ഈ യാ മലികു യാ അള്ളാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം ഐശ്വര്യമായി തീരും. അതുപോലെ ജനങ്ങളെല്ലാം ഈ വ്യക്തിയെ സ്നേഹിക്കാനും തുടങ്ങും. അതാണ് യാ മലികു യാ അള്ളാഹ്. അതുപോലെ അഞ്ചാമത്തെ ഇസ്മാണ് യാ ഖുദ്ദൂസ്. യാ ഖുദ്ദൂസ് യാ അള്ളാഹ്. ഖുദ്ദൂസ് എന്നതിൻ്റെ മീനിങ് പരിശുദ്ധനായവൻ. അത് ഈ യാ ഖുദ്ദൂസ് യാ അള്ളാഹ് എന്ന് ദിവസവും 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഉന്മേഷവും അതുപോലെ ഐശ്വര്യവും നമുക്ക് ലഭിക്കും. അതുപോലെ നമ്മളോട് ശത്രുതയുള്ള ആളുകൾക്ക് പോലും നമ്മളോട് അലിവ് തോന്നും. അതായത് യാ ഖുദ്ദൂസ് യാ അള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശത്രുതയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് പോലും നമ്മളോട് അലിവ് തോന്നും. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഏകാഗ്ര മനസ്സോടു കൂടി, അതായത് ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു ചിന്തയും കൂടാതെ ഒരു 1000 തവണ ഈ യാ ഖുദ്ദൂസ് യാ അള്ളാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമങ്ങളും നീങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ 1000 പ്രാവശ്യം ഒരു 40 ദിവസം ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ എന്ത് ഉദ്ദേശമായാലും അള്ളാഹു സാധിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് പറയുന്നത്. ഹദീസുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാണ്. അതുപോലെ നമുക്ക് ജനസ്വാധീനം ഉണ്ടാകാനും ഹെൽപ്പ് ചെയ്യും ഇത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ 5 ഇസ്മുകളുടെ ജേർണലിംഗ് ഇന്ന് കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് ഞാൻ എല്ലാ ദിവസവും 5 ഇസ്മു വീതം ജേർണലിംഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ ഇത് പതിവാക്കാനും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ജേർണലിംഗ് ആണിത്. അതുപോലെ നമ്മുടെ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബിന് ഞാൻ തീർച്ചയായിട്ടും ഒരു നന്ദി പറയുന്നു. കാരണം എനിക്ക് ഈ ഇസ്മുകളുടെ പ്രത്യേകതകളൊന്നും എനിക്കിതിന് മുമ്പ് അറിയില്ലായിരുന്നു. ഓരോ ഇസ്മുകൾ കേൾക്കുന്ന സമയത്ത് അതിന് ചില പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ എന്ന് മാത്രം അറിയാം. പക്ഷേ ഇത് എത്ര പ്രാവശ്യം ചൊല്ലിയാലാണ് ഈ പ്രത്യേകതകൾ കിട്ടുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. സോ അത് എനിക്കൊരു പുതിയ അറിവാണ്, നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ സജഷൻസാണ് എനിക്ക് പുതിയ വീഡിയോസും അതുപോലെ പുതിയ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനും പകർത്താനും ഒരു പ്രചോദനമാകുന്നത്. സോ അസ്സലാമു അലൈക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ.